ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. കുരുപെട്ടാലേ കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വലിപ്പമുള്ള നാരങ്ങയാണ്, പിഴിഞ്ഞിട്ട് ഇത്രയും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ടാണ്. ഒരു 10ഓളം വരുന്ന കാഷ്നട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കഴുകിയതിന് ശേഷം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുതിർത്ത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിപ്പമുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ അളവൊന്നും കൂടി പോകണ്ട കേട്ടോ. ഇതേപോലെ ഒരു കഷ്ണം ചേർത്താൽ മതി. പിന്നെ ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളത്തിൽ തയ്യാറാക്കണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണം. പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് മാങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങയൊന്നും ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ മാങ്ങ ജ്യൂസായി പോകും. അപ്പോൾ കുറച്ച് മാങ്ങ മാത്രം, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവറിനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്, നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഐസ് ക്യൂബ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം. ഇതിൽ തരികളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അടിഞ്ഞിട്ടില്ല, തരികൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കാതെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നല്ല വെയിലത്ത് ക്ഷീണിച്ച് കുഴങ്ങിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കി നോക്കുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.